ഇനി ആലപ്പുഴയിലേക്ക്. അവിടെ നമ്മുടെ വാർത്താ അവതാരക അനുജ രാജേഷ് റെഡിയാണ്. അനുജ, എന്തൊക്കെയാണ് ആലപ്പുഴയിലെ സ്ഥിതി? ത്രികോണ മത്സരം കടുത്ത രീതിയിൽ നടന്ന ഈ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ഈ അവസാന നിമിഷം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പോൾ സമയം 6:36 പറയൂ അനുജ. അതെ, 6 മണി കഴിഞ്ഞ് 31 കഴിയുമ്പോൾ ലഭിച്ചിരിക്കുന്ന ഔദ്യോഗിക കണക്ക് ആലപ്പുഴയിൽ 72.47% പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പലയിടങ്ങളിലും പോളിംഗ് പുരോഗമിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. അവിടെ 6 മണിയായപ്പോൾ തന്നെ ഇത് ഗേറ്റൊക്കെ പൂട്ടി എല്ലാവരും മടങ്ങിപ്പോയി. എല്ലാവരും വോട്ട് ചെയ്ത്, ഇവിടെ പേരുള്ളവർ ഏതാണ്ട് എല്ലാവരും തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് അധികൃതർ നമ്മെ അറിയിച്ചത്. പക്ഷേ പല തീരദേശ മേഖലകളിലും ഇപ്പോഴും വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഷൺമുഖവിലാസം സ്കൂളിലൊക്കെ വലിയ ക്യൂ ഈ സമയം കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പറ്റിയാൽ അങ്ങോട്ടേക്കൊന്ന് അല്പസമയം കഴിയുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നു. നമുക്കറിയാം 2019 80% കടന്നു പോയിരുന്നു പോളിംഗ് പെർസെന്റേജ് ആലപ്പുഴയിൽ. 2014 അത് 78, 2009 79 അങ്ങനെയായിരുന്നു. അപ്പോൾ ഇക്കുറി അത് ഏത് തരത്തിലേക്ക് വരും? ഇനി കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആലപ്പുഴയിൽ നല്ല പോളിംഗ് ഉണ്ട് എന്നതാണ്. കായംകുളത്ത് ഏറ്റവും കുറവ്. നമുക്ക് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ദിവസമൊക്കെ നോർമയിലേക്ക് എടുത്താൽ ചേർത്തലയും കായംകുളവും ഏറ്റവും അവസാനം എം ആരിഫിന് വലിയ തുണയായ 2 മണ്ഡലങ്ങളാണ്. അതിൽ ചേർത്തലയിൽ എം ആരിഫിന് ലഭിച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് വരെ എത്തിക്കുന്നതിന് കാരണമായിരുന്നു. അപ്പോൾ കായംകുളത്ത് പക്ഷെ പൊതുവെ കുറവ് പോളിംഗ് ആണ് തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇക്കുറിയും ഏറ്റവും കുറവ് പോളിംഗ് തന്നെയാണ്. പക്ഷേ LDFന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ് ചേർത്തല. LDFന്റെ സ്ട്രോങ് ഹോൾഡാണ്. ചേർത്തലയിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്ന ആലപ്പുഴയാണ്. അവിടെ തീരദേശ മേഖല, തീരപ്രദേശം ഒരുപാടുള്ള നിയമസഭാ മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. ധീവര വോട്ടുകൾ, ലത്തീൻ വോട്ടുകൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ വളരെ കടുത്ത പോരാട്ടമാണ് എന്നാണ് ഇത് നൽകുന്ന സൂചന. തീരദേശ മേഖല ഈ 2ാം സ്ഥാനത്ത് അമ്പലപ്പുഴ വരുന്നുണ്ട്. ഈ അമ്പലപ്പുഴയും തീരദേശ മേഖലയൊക്കെ ഉള്ള ഒരിടമാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലേക്കാണ് ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് അറിയില്ല. പക്ഷെ പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അത് നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ CPIഎമ്മിന് അനുകൂലമായി വരുമോ എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുണ്ട്. എന്തായാലും നമുക്ക് ആ അവസാന പോളിംഗ് പെർസെന്റേജ് അനുജ, നമ്മുടെ ഫീൽഡിലുള്ള റിപ്പോർട്ടേഴ്സിനെയും പ്രസന്റേഴ്സിനെയും നമ്മളൊന്ന് ആദരിക്കേണ്ട സമയമായി. രാവിലെ 5 മണിക്ക് മുമ്പ് അവർ എത്തിയ 4:30 മണിക്കൊക്കെ എത്തിയ റിപ്പോർട്ടേഴ്സാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ ഇലക്ഷൻ ചാനൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത്രയും വലിയ അധ്വാനം ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുക. പല കാരണങ്ങളാൽ ഇന്ന് പകൽ മുഴുവനും നിങ്ങൾക്ക് ഈ ടെലിവിഷൻ സംപ്രേഷണം, നമ്മുടെ പ്രത്യേക ഇലക്ഷൻ ചാനൽ എന്ന രീതിയിലുള്ള നമ്മുടെ സംപ്രേഷണം കാണാതെ പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ 7 മണി വരെ പല മണ്ഡലങ്ങളിൽ നിന്നുള്ള ചിത്രമായിരിക്കും സമർപ്പിക്കുക. വിജയകുമാർ.